അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലുള്ള പോസ്റ്ററുകളാണ് നമ്മൾ കാണുന്നത്. ജി സുധാകരനെതിരെ പോസ്റ്റർ പതിച്ചിരിക്കുകയാണ്. വർഗവഞ്ചകന് മാപ്പില്ല എന്നുള്ളതാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന കാര്യം. അവിടെ നിന്ന് അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമലെ, അങ്ങനെ വർഗവഞ്ചകൻ എന്നുള്ള വിശേഷണം ജി സുധാകരന് വരികയാണ്. അത് പോസ്റ്ററായി അവിടെ പതിക്കപ്പെടുന്നു. എങ്ങനെയാണ് സാഹചര്യങ്ങൾ? എന്താണ് ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങൾ? സംഗീത, ജി സുധാകരന്റെ ഭാഗത്തു നിന്ന്, അതായത് സ്വതന്ത്രമായിട്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ ചുവരിൽ ജി സുധാകരനെതിരായിട്ട് വർഗവഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന പേരിൽ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന പേരിലാണ് ഇപ്പോൾ ഈ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള H സലാമിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്, തൊട്ടടുത്ത സമയത്ത് തന്നെയാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഷാംജിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതുപോലെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സുധാകരനെ നേരിടുവാൻ തന്നെ പാർട്ടി ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കുറച്ച് സമയം മുൻപ് വരെ പാർട്ടി അനുനയ നീക്കങ്ങൾ അവസാനിപ്പിച്ചില്ല എന്ന് ജില്ലാ സെക്രട്ടറി നാസറിന്റെ നേതൃത്വത്തിലൊക്കെ ബൈറ്റുണ്ടായപ്പോൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു നയം CPM മാറ്റുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ത് രാഷ്ട്രീയ നിലപാടിന്റെ പേരിലാണ് സുധാകരൻ പാർട്ടി വിട്ടത് എന്നാണ് H സലാം അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ, അധികാരമോഹത്തിന്റെ പേരിൽ, പാർലമെന്ററി വ്യാമോഹത്തിന്റെ പേരിലൊക്കെയാണ് അദ്ദേഹം പാർട്ടി വിട്ടത് എന്നും H സലാം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ട് പിന്നാലെ തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകരും ഏരിയ സെക്രട്ടറിയും പുറത്തേക്ക് ഇറങ്ങി വരികയും പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ചുവരിൽ ഇത്തരത്തിൽ പോസ്റ്റർ പതിപ്പിക്കുകയുമായിരുന്നു. ചുവന്ന ലിപികളിലുള്ള ഈ പോസ്റ്റർ സുധാകരന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സുധാകരനെ ഇനി പഴയതുപോലുള്ള, അല്ലെങ്കിൽ ഇന്നലെ വരെ സുധാകരനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനി അത്തരത്തിലുള്ള ഒരു പരിഗണനയും സുധാകരൻ നൽകേണ്ടതില്ല. എങ്ങനെ പാർട്ടിയുടെ നേതാക്കന്മാരെയെല്ലാം ഏത് തരത്തിൽ സുധാകരൻ സംസാരിക്കുന്നു, പാർട്ടിയുടെ നേതാക്കന്മാരെയെല്ലാം മോശക്കാരാക്കി സംസാരിക്കുവാൻ സുധാകരൻ ഒരുമ്പെട്ടാൽ ആ രീതിയിൽ തന്നെ സുധാകരന് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ സുധാകരനെതിരെ സംസാരിക്കും എന്ന് തന്നെയാണ് സലാം അല്പസമയം മുൻപ് പറഞ്ഞത്. പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ പാർട്ടിക്കെതിരെ വരുന്ന ശത്രുക്കളെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വരുന്ന വിമർശനങ്ങളെല്ലാം എങ്ങനെ നേരിടണമെന്ന് സുധാകരൻ തന്നെ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു H സലാം അല്പസമയം മുൻപ് പറഞ്ഞത്. ജി ഭുവനേശ്വരനെ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ പോലും, ആ കൊലപാതകം നടത്തിയ ആളുകളെ പൂശുന്ന ഒരു സമീപനമാണ് സുധാകരൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായത്. ജി സുധാകരൻ ജി ഭുവനേശ്വർ പറഞ്ഞു തന്ന മുദ്രാവാക്യങ്ങൾ പറഞ്ഞ് ഏറ്റുപിടിച്ച് അതിലെല്ലാം ഏറ്റുവിളിച്ചുകൊണ്ട് ആലപ്പുഴയിൽ പാർട്ടി പ്രവർത്തനം നടത്തിയവരാണ് തങ്ങൾ. സുധാകരന് വേണ്ടി, സുധാകരനെ വിജയിപ്പിക്കുവാൻ വേണ്ടി എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കാളയെ പോലെ പണിയെടുത്തവരാണ് തങ്ങൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് H സലാം സുധാകരനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. അപ്പോഴും സുധാകരൻ H സലാമിനെ വളർത്തിയത് താനാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ സലാമിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സുധാകരന്റെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ ഉണ്ടായ നടപടികൾ എന്താണ് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ കയ്യിൽ ഈ നിമിഷം പോലുമുണ്ട്. അതിൽ കൂടുതൽ തെളിവുകളും താൻ തന്റെ ഒരു മനസാക്ഷി വെച്ചുകൊണ്ട്, തന്റെ ഒരു മാന്യത വെച്ചുകൊണ്ട് അന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷന് മുൻപാകെ പറയുവാൻ പോലും തയ്യാറായിട്ടില്ല. അത്തരം പറയാത്ത വേറെയും തെളിവുകൾ സുധാകരനെതിരായിട്ട് തന്റെ കയ്യിലുണ്ട്. തനിക്കെതിരെ എന്തൊക്കെ ചെയ്തു എന്നതും തനിക്കറിയാം. ജയിച്ചത് കൊണ്ട് മാത്രം അന്വേഷണ കമ്മീഷൻ വെക്കാത്ത ഒരു പാർട്ടിയല്ല CPM എന്ന് പറയുന്നത്. സുധാകരന് പരിഗണനകൾ നൽകിയിട്ടുണ്ട്. അത് ഇവിടെ ജയിച്ചുവെങ്കിൽ തന്നെയും സുധാകരൻ നടത്തിയ ചില പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അങ്ങനെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ.